കഴുകന്റെ മാനസാന്തരമല്ല. കഴുകൻ പ്രാർത്ഥിക്കും, ഇരിക്കും, ആരാധിക്കും, ഫാസ്റ്റിങ്, ബൈബിള് മുഴുവൻ വായിച്ചു തീർക്കും, എല്ലാം ചെയ്യും, കൊക്കും തലമുടി ഇതെല്ലാം മാറും. പുതിയ കൊക്ക് വയ്ക്കും, പുതിയ ഇതെല്ലാം വയ്ക്കും. പക്ഷെ പറന്നുയരുമ്പോൾ ചത്ത ശവം കണ്ടാൽ ഉടനെ കഴുകന്റെ തോമാർ നേരെ ശവം തിന്നാൻ പോകും. ഒരുപാട് പേര് അങ്ങനെയാണ്. പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, മണിക്കൂറുകൾ അന്യഭാഷയാണ്, കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ആരെങ്കിലും വന്ന് ശവത്തിൻ്റെ നാറുന്ന കഥകൾ പറഞ്ഞാൽ ഈ പാട്ടും പാടി ആരാധിച്ച് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഈ കഴുകൻ നേരെ ശവം തിന്നാൻ കൂടും. നമുക്ക് ആ മാനസാന്തരം വേണോ? നമുക്ക് ആ മാനസാന്തരം വേണ്ട. നാറുന്ന ശവം തിന്നാൻ പോകരുത്. പ്രൈസ്. നീ പ്രാർത്ഥിച്ചത് സംസാരിച്ച് കളയരുത്. നീ പ്രാപിച്ചതിനെ വല്ലതും കേട്ട് നീ കളയരുത്. നിനക്ക് നഷ്ടം, നാട്ടുകാർക്ക് നഷ്ടമില്ല, ആർക്കും, സഭയ്ക്കും നഷ്ടമില്ല, പാസ്റ്ററിനും നഷ്ടമില്ല, ആർക്കും നഷ്ടമില്ല. നീ പ്രാപിച്ചതിനെ നിന്റെ സംസാരത്തിലൂടെ, നീ പ്രാപിച്ചതിനെ നീ സംസാരിച്ച് കളയരുത്. നീ പ്രാപിച്ചതിനെ നിന്റെ കേൾവിയിലൂടെ കളയരുത്. നീ പ്രാപിച്ചതിനെ നോക്കി കളയരുത്. ഇന്ന് പകൽക്കാലം കഴുകനെ പോലെ നീ ആകരുത്. ശവം തിന്നാൻ വേണ്ടി നീ ഓടരുത്. പാമ്പിനെ പോലെ കൊത്താൻ വേണ്ടി നടക്കരുത്. ചീറ്റിക്കൊണ്ടിരിക്കരുത്. വിഷം അകത്ത് വെക്കരുത്. കാളകൂട വിഷം നിന്റെ അകത്തിരിക്കരുത്. കയ്പിന്റെ വേര് നിന്റെ അകത്തിരിക്കരുത്. അതിനെ ഞെക്കിക്കളയണം.